Hi friends, welcome to my channel. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് HPയുടെ 15S gr0010au എന്ന പുതിയ ലാപ്ടോപ്പിൻ്റെ വിശേഷങ്ങളാണ്. അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പോകാം അൺബോക്സിംഗ് വീഡിയോയിലേക്ക്. സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നോക്കാം. HP ലാപ്ടോപ്പ് 15S gr0010au AMD Ryzen 5 പ്രോസസ്സറാണ്. 1 TB ഹാർഡ് ഡ്രൈവ് ഉണ്ട്. നോ ഒപ്റ്റിക്കൽ ഡ്രൈവ്, അതായത് DVD ഡ്രൈവ് ഇല്ല. വിൻഡോസ് 10 ഒറിജിനലുണ്ട്. 3 സെൽ ബാറ്ററിയാണ്. 8 GB DDR4 റാം ഉണ്ട്. 8 GB റാം ഉണ്ട്. പിന്നെ 15.6 ഫുൾ HD LED ഡിസ്പ്ലേ ആണ്. ഓക്കെ, ഇതാണ് ഈ ലാപ്പിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ടുള്ളത് ഇത് ഇൻ്റലിൻ്റെ പ്രോസസ്സറല്ല, പകരം ഇൻ്റലിൻ്റെ പ്രോസസ്സറിനോട് കടപിടിക്കുന്ന രീതിയിലുള്ള AMDയുടെ Ryzen 5 പ്രോസസ്സറാണ്. അത്യാവശ്യം നല്ല ഗ്രാഫിക്സ് സപ്പോർട്ടോട് കൂടിയ ഒരു പ്രോസസ്സറാണെന്ന് തന്നെ പറയാം. അപ്പോൾ നമുക്ക് ഈ ലാപ്ടോപ്പ് അൺബോക്സ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ HPയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒപ്പം നമുക്ക് ഓഫീസ്, ഹോം ആൻഡ് സ്റ്റുഡൻ്റ് എന്നുള്ള ഒരു പാക്കേജ് ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വിൻഡോസ് ലോഡ് ചെയ്ത് കഴിയുമ്പോൾ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്താൽ മതി. നമുക്ക് മൈക്രോസോഫ്റ്റ് ഓഫീസ് നമുക്ക് ഒറിജിനൽ വേർഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിത് പൊട്ടിച്ചു. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. ബ്ലാക്ക് കളറാണ്. ഇതിൻ്റെ സീലുണ്ട്. നമ്മൾ പയ്യെ പൊട്ടിച്ചെടുത്തു. ഇതാണ് നമ്മുടെ ലാപ്ടോപ്പ്. വിൻഡോസ് ഒറിജിനലുണ്ട്. അതിൻ്റെ ലോഗോ ഇതിൽ കിടക്കുന്നുണ്ട്. ഏത് ലാപ്ടോപ്പിലും വിൻഡോസിൻ്റെ ഈ ലോഗോ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ലാപ്ടോപ്പിൽ വിൻഡോസ് ഒറിജിനൽ ഉണ്ട് എന്നുള്ളത്. വിൻഡോസ് 10ൻ്റെ ലോഗോ, HPയുടെ ലോഗോയുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കവറിൻ്റെ ഉള്ളിൽ ഒരു മാനുവൽ ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അഡാപ്റ്ററും കേബിളും ഉണ്ട്. ഇത്രേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പോഴുള്ള ലാപ്ടോപ്പിൻ്റെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഇതിൻ്റെ ഉള്ളിലാണ്. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്നും അഴിക്കാൻ പറ്റില്ല. ബാറ്ററി ഇതിൻ്റെ ഉള്ളിലാണ്, ഹാർഡ് ഡിസ്ക്, മെമ്മറി, ഇതെല്ലാം ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മെമ്മറി നമുക്കൊരു 4 GB കൂടി ആഡ് ചെയ്യണമെങ്കിൽ തന്നെ നമ്മുടെ ഈ ഫുൾ ബാക്ക് കവർ കേസ് അയക്കണം. അതിന് ശേഷമേ മറ്റേ പഴയ ലാപ്ടോപ്പിലൊക്കെ അതിന് ഓരോരോ സെപ്പറേറ്റ് നമുക്ക് അഴിക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഈ ഒരു ഫുൾ പോർഷൻ നമുക്ക് അഴിച്ചാൽ മാത്രമേ ഇതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാനോ ആഡ് ചെയ്യാനോ ഒക്കെ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ലാപ്ടോപ്പിൻ്റെ ഫ്രണ്ട് വ്യൂ. സ്ലിമ്മാണ്. ഇതിലും ലാൻ പോർട്ടുണ്ട്, HDMI പോർട്ടുണ്ട്, C ടൈപ്പ് പോർട്ടുണ്ട്. പിന്നെ നമുക്ക് ഹെഡ്സെറ്റിൻ്റെ ഒരു പോർട്ടുണ്ട്. മെമ്മറി കാർഡ് ഇടാവുന്ന ഒരു സ്ലോട്ടുണ്ട്. പിന്നെ 2 USB പോർട്ടുണ്ട്. പിന്നെ ഒരു പവർ കുത്താവുന്ന പോർഷനുണ്ട്. ഇതിലെനിക്കൊരു ഇതായിട്ട് തോന്നുന്നത് നമുക്ക് 2 USB കുത്താനുള്ള ഒരു പോർട്ടേ ഉള്ളൂ. അപ്പോൾ അത് ചെറിയൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഒരു 2 ആഡ് ചെയ്യാമായിരുന്നു, പക്ഷേ സ്ലിം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ HPയുടെ ലാപ്ടോപ്പിൻ്റെ ഇന്നർ വ്യൂ. നല്ല മനോഹരമായി, പക്ക ഒരു ബ്ലാക്ക് സ്റ്റൈലിഷാണ് ഫുൾ. ഇതിൻ്റെ HPയുടെ എല്ലാത്തിൻ്റെ ഇപ്പോൾ വരുന്ന ലാപ്പിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ ഹിഞ്ചസ് 2 എൻഡിലും ഇല്ല, ത്രൂ ഔട്ട്. അതായത് ഇത് ഫുള്ളായിട്ടുള്ളതുകൊണ്ട് തന്നെ ലാപ്പിന് നല്ല സപ്പോർട്ടാണ്. ഈ ഒരു പോർഷൻ നല്ല സപ്പോർട്ടായതുകൊണ്ട് കംപ്ലയിൻസ് കുറവായിരിക്കും. കാരണം ഏറ്റവും കൂടുതൽ ലാപ്ടോപ്പിന് യൂസ് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് വരുന്ന ഹിഞ്ചസിനാണ്. ആ ഒരു പ്രോബ്ലം ഈ ഒറ്റ ഇതുകൊണ്ട് നമുക്ക് സോൾവ് ആവും. പിന്നെ ഇതിൻ്റെ സ്പീക്കർ യൂണിറ്റ് ഇത് ഫുള്ളായിട്ടുണ്ട്. നല്ലൊരു കീബോർഡ് വ്യൂ ആണ്. ന്യൂമറിക് കീപാഡോട് കൂടിയ ഒരു കീബോർഡാണ്. പിന്നെ നമുക്ക് നല്ല മനോഹരമായ ഒരു ലോഗോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. AMDയുടെ Ryzen 5 ഗ്രാഫിക്സ് കാർഡ്, റേഡിയൻ ഗ്രാഫിക്സ് ഉണ്ട്. പിന്നെ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഹോം സ്റ്റുഡൻറ്റ്
എന്നുള്ള അതായത് മൈക്രോസോഫ്റ്റ് വേഡ് ഓഫീസ് സെക്ഷൻ ഫുള്ള് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ അതിൻ്റെ ലോഗോയുണ്ട്. പിന്നെ നല്ല ഒരു 15.6 ഫുൾ ലെങ്ത് ഉള്ള ഒരു ഡിസ്പ്ലേ യൂണിറ്റാണ് ഇതിനകത്തുള്ളത്. അതിനകത്ത് തന്നെ നമുക്ക് ഇപ്പോൾ ഗെയിമിംഗ് പർപ്പസ് ആയാലും നമുക്ക് ഫുള്ളായിട്ടുള്ള ഒരു വ്യൂ കിട്ടും. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം Ryzen 5 ഗ്രാഫിക്സ് സപ്പോർട്ടറാണ്. അപ്പോൾ ഗെയിമിങ്ങിനൊക്കെ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് Ryzen 5 എന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ഏകദേശം മാർക്കറ്റ് റേറ്റിൽ ഒരു 42,000 റേഞ്ച് ആയിരിക്കും ഇതിൻ്റെ കോസ്റ്റ്. ഇതിൻ്റെ MRP വന്നിട്ട് 44,908 ആണ് ഇതിൻ്റെ MRP. അപ്പോൾ ഒരു 43-42 ആ റേഞ്ചിൽ നമുക്ക് ഈ ലാപ്ടോപ്പ് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ലാപ്ടോപ്പിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ടിൽ ദെൻ ബൈ.